ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീട്ടുവൈദ്യത്തിലേക്ക് കാണിക്കാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിൽ വിണ്ട് കീറുന്നത്, ഉപ്പുറ്റി വിണ്ട് കീറുന്നതിനേക്കാളുള്ള ഒരു പെട്ടെന്ന് സോൾവ് ചെയ്യണ ഒരു മരുന്നായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഉപ്പുറ്റി വിണ്ട് കീറുന്നതൊക്കെ പലരുടെയും പ്രശ്നമാണ്, കാലിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ വേദനയൊക്കെ ഉണ്ടാവും, പിന്നെ അത് ഇൻഫെക്ഷനൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നേ നമുക്ക് ഈ ഒരു റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനൊരു 2 സ്റ്റെപ്പ് ഉണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉപ്പുറ്റി നല്ലോണം തേച്ച് ഉരച്ച് കഴുകണം. അതിൽ ഡ്രൈഡ് സെൽസൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്, വരണ്ട ചർമ്മമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലോണം, ഒന്നുകിൽ പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഉരച്ച് കളയുക, അല്ലെങ്കിൽ നമ്മുടെ കല്ലുമ്മ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ഉരക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം അത് ഉരച്ച് കളയേണ്ടതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. ഇതിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നല്ല പത വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ എടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെട്രോളിയം ജെല്ലിയാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വാസ്ലിനാണ്. ഇനിയിപ്പോൾ വാസ്ലിൻ ഇല്ലെങ്കിൽ സെബോളിൻ എടുക്കാം നമുക്ക്. ഇത് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഒരു കൺസിസ്റ്റൻസി, വാസ്ലിൻ ഒരു പ്രത്യേക കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് അത് മറ്റ് വസ്തുക്കളായിട്ട് അത് അലിഞ്ഞ് ചേരുന്നതല്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്താലും അത് അലിയുന്നതല്ല. അപ്പോൾ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ട, ഒന്ന് ജസ്റ്റ് അത് അലിഞ്ഞ് വരണ വരെ ഒന്ന് എല്ലാം മിക്സ് ആവണ വരെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരുപാട് തണുക്കാൻ നിൽക്കരുത്. ഒരു കുറച്ച് ചൂടൊന്ന് ആറി കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് കാലുമേക്ക് തേക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ ഓർക്കുക, ചൂട് ശരിക്കും പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാലിൻ്റെ പാദത്തിൽ തേച്ച് പിടിപ്പിക്കേണ്ടതാണിത്. അപ്പോൾ ഇത് നമ്മുടെ കാല് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലോണം കല്ലുമൊക്കെ ഇട്ട് ഉരച്ച് നല്ല ക്ലീൻ ചെയ്ത കാലായിരിക്കണം. നമ്മുടെ ചെളിയൊന്നും പാടില്ല, നല്ലോണം ക്ലീൻ ചെയ്യുക. ഇത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക, എങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. കിടക്കാൻ നേരത്താകുമ്പോൾ നമ്മൾ നടക്കണമൊന്നുമില്ല. നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇതൊക്കെ പോവും. അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് റെസ്റ്റിംഗ് ടൈമിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഇത് ചുടുവാദമുള്ള, അതായത് വിണ്ട് കീറിയിട്ട് കാലിൻ്റെ എവിടേക്കാണോ വിണ്ട് കീറിയേക്കണേ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കാലിൻ്റെ മുകളിലും പാദത്തിലും ഒക്കെ നല്ലോണം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോട്ടൻ്റെ ഒരു 2 സോക്സ് ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ഇതാവുമ്പോൾ നല്ല എഫക്റ്റീവായിരിക്കും. ഇത് ബെഡ്മേയൊന്നും ആവുകയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അംശങ്ങളൊന്നും ബെഡ്മ ആവില്ല. അതുമല്ല, കാലുമ തന്നെ അതിൻ്റെ ഫുള്ളായിട്ട് ഇരുന്നോളും. അപ്പോൾ ചുടുവാദം, അതായത് വിണ്ടുകറലൊക്കെ കറക്റ്റായിട്ട് മാറാനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഹോം ടിപ്സ് പേജ് വഴി, FB പേജ് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നെക്സ്റ്റ് ടിപ്പായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.